പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നാം വായിച്ചത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. ഹല്ലേലൂയ. എല്ലാ കാലഘട്ടത്തിലുമുള്ള എല്ലാ ജനങ്ങളും ഒരേപോലെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശബ്ദമാണ് നാം വായിച്ചു കേട്ട വചനം. ഹല്ലേലൂയ. ഇത് നാം നിശ്ചയമായിട്ട് നമ്മുടെ ദൈവസനിൽ നാം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം നാം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ദിനം പ്രതിയുള്ള ആഹാരം ദൈവം നമുക്ക് ഇന്ന് വരെയും തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ദിനം പ്രതി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഈ ഭൂമി ലഭിച്ചിരിക്കുന്ന ആയുസ് എത്രയുണ്ടോ അത്രയും കാലഘട്ടങ്ങളും ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും ദൈവം നമുക്ക് നൽകി തരുമെന്ന് വേദപുസ്തകം നമ്മെ പറയുക. അപ്പം അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വന്ന് നമ്മെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സകലവും തന്ന് നിവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നാം ചോദിക്കുന്നത് ഒരു മനുഷ്യനോടല്ല, നാം അപേക്ഷിക്കുന്നത് യാചിക്കുന്നത് ഒരു മനുഷ്യനോടല്ല, സർവ്വസൃഷ്ടാവായ ദൈവത്തോടാണ്. ഹല്ലേലൂയ. മാനവകുലത്തിൻ്റെ മുഴുവൻ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങൾ ഈ പ്രാർത്ഥന കഴിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രീതി നമുക്ക് പ്രതീക്ഷിക്കുവാൻ വകയുണ്ട്, പ്രത്യാശിക്കുവാൻ വകയുണ്ട്. ഹല്ലേലൂയ. ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആവശ്യമായ ആഹാരം തന്ന് നമ്മെ ഈ ഭൂമി നിർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് അമ്മൻ ഓർപ്പിക്കുന്നത്. സ്തോത്രം. അതേ പിതാക്കന്മാരുടെ കാലഘട്ടം, അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലും ഇസ്ഹാക്കിൻ്റെ കാലഘട്ടത്തിലും യാക്കോബിൻ്റെ കാലഘട്ടത്തിലും ഹല്ലേലൂയ ഏലിയാവിൻ്റെയും എലീശയുടെ ഒക്കെ കാലഘട്ടത്തിലും ദാവീദിൻ്റെ കാലഘട്ടത്തിലും ക്ഷാമങ്ങൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അന്നെല്ലാം ദൈവം തൻ്റെ ഭക്തന്മാരെ ആമേൻ സംരക്ഷിച്ചിട്ടുമുണ്ട്. ഹല്ലേലൂയ. അതേപറ്റി കഴിഞ്ഞ ദിവസങ്ങളായി നാം പ്രാർത്ഥിക്കുന്നത് സ്തോത്രം. നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്നലെ നമ്മൾ തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്ന് നമ്മൾ കർണാടകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതെ, നാം കർണാടക സംസ്ഥാനത്തിന് വേണ്ടി ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കുവാനുള്ളത് കർണാടകത്തിലെ ജനത്തിന് ഹല്ലേലൂയ ആമേൻ ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി കൊടുക്കണമെന്നുള്ളതാണ്. അത് കർണാടകത്തിൽ മാത്രമല്ല, കേരളത്തിലും ഭാരതത്തിലുടനീളം ഹല്ലേലൂയ ലോക രാജ്യങ്ങളിലുള്ള സകല ജനത്തിനും ആ പ്രാർത്ഥന ബാധകമാകും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ കർണാടകത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്? തൻ്റെ ജനത്തിന് ആവശ്യമായ ആഹാരം ആ ദൈവസന്നിധി പ്രാപിക്കുക എന്നുള്ളതാണ്. ആ മനുഷ്യൻ്റെ ശരീരത്തിന് അവൻ്റെ വിശപ്പിനായ ആഹാരവും അവൻ്റെ ആത്മീയ ഭക്ഷണവും ദൈവമാണ് തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മുടെ വയറിന് ആവശ്യമായ ഭക്ഷണം നാം ചോദിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മുടെ ആത്മീയ ആഹാരവും നമ്മുടെ കർത്താവ് തന്നെയാണ് തരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് ഫലമായി നാം ദൈവത്തിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ഞാൻ പറഞ്ഞല്ലോ. പിതാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ക്ഷാമങ്ങൾ വന്നപ്പോൾ ഹല്ലേലൂയ അവിടെയും ദൈവം തന്നെ ജനത്തെ ക്ഷേമമായി പോറ്റിയവനാണ്. നമ്മെ ക്ഷാമത്തിലൂടെ കടത്തിവിട്ട് ഹല്ലേലൂയ നമ്മെ ബുദ്ധിമുട്ടിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ നമ്മെ ആ ക്ഷാമകാലത്തും പോറ്റി പുലർത്തുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമുക്കറിയാം യഹോവ യേശുക്രിസ്തു ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ 3.5 വർഷം ഇവിടെ പരിശുശ്രൂഷ ചെയ്ത് ഹല്ലേലൂയ ആമേൻ യേശുക്രിസ്തുവിനെ ഹല്ലേലൂയ ആമേൻ യഹൂദന്മാർ റോമൻ പടയാളികൾ ആമേൻ കുറ്റങ്ങൾ ചുമത്തി ആമേൻ ഹല്ലേലൂയ ക്രൂശിൽ തറച്ചു കൊന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവർ എന്നിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ കല്ലറയിൽ അടക്കി ആമേൻ ഹല്ലേലൂയ റോമൻ മുദ്ര വെച്ച് ആമേൻ കല്ലറ പൂട്ടി. ഹല്ലേലൂയ. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണ്? 3-ാം നാൾ യേശു അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്.
അപ്പോൾ യഹൂദന്മാരുടെ ചിന്ത എന്താണ്? യേശുക്രിസ്തുവിൻ്റെ കഥ അവിടെ കൊണ്ട് അവസാനിച്ചു, ഇനിയും ആ കഥ തുടരത്തില്ല. യേശുവിനെ അതുവരെ അനുഗമിച്ചു വന്ന ജനത്തിന് ദിനംപ്രതിയുള്ള ആഹാരമൊക്കെ യേശു കൊടുത്തു, ഇനി ആര് കൊടുക്കും എന്നൊക്കെ യഹൂദന്മാരുടെ ഇടയിൽ ഒരുപക്ഷെ സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. അങ്ങനെ അവർ സംസാരിച്ചും ചിന്തിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് അവരെയും ഞെട്ടിപ്പിക്കുന്ന വാർത്ത, യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവമോ മരണവാസങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നല്ലൊരു സ്തോത്രം. അപ്പോൾ നമ്മുടെ പിതാവായ ദൈവം ചെയ്തു, മരണവാസങ്ങളെ അഴിച്ചിട്ട് അവനെ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അതെ, യേശു ക്രിസ്തുവിനെ കല്ലറയ്ക്കകത്ത് ഒതുക്കുവാൻ കഴിയത്തില്ല. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. ദൈവം എന്ത് മരണവാസങ്ങളെ അഴിച്ചിട്ട് യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹല്ലേലൂയ. മഗ്ദലക്കാരത്തെയും മറിയയ്ക്കും ശിഷ്യന്മാർക്കും 500 പേർക്കും പ്രത്യക്ഷനായി 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത്. ഹല്ലേലൂയ. ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന നല്ല കർത്താവായ യേശു. അതുകൊണ്ട് ഇന്നും നമുക്ക് പ്രതീക്ഷയാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമെന്ന് നമുക്ക് ഇന്നും ദൈവത്തോട് ചോദിക്കാൻ കഴിയും, യേശുവിനോട് പറയാൻ കഴിയും. കാരണം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണവാസങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുക. അതുകൊണ്ട് ഇത് പകരം എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യണം. അപ്പം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുന്നത് ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഹല്ലേലൂയ മരുഭൂമിയിൽ വന്നപ്പോൾ അവർ ആകപ്പാടെ വിശന്നു തളർന്നു ക്ഷീണിതരായി മാറിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവർ മോശയ്ക്ക് നേരെ പിറുപിറുത്ത സംഭവങ്ങളും നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ എന്താണ് സംഭവിച്ചത്? സ്തോത്രം. പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ 16-ാം അധ്യായം അതിന് 14-ാമത്തെ വാക്യം വരുമ്പോൾ കാണുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നും മന്ന അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, വീണ് കിടക്കുന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിൻ്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞ് പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ അത് കണ്ടപ്പോൾ എന്തെന്ന് അറിയാകിയാൽ ഇത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശെ അവരോട്, ഇത് നിങ്ങൾക്ക് യഹോവ യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേലിന്റെ ജീവിതത്തിൽ എന്താണ്? അവർക്കിനി ഭക്ഷിപ്പാൻ എന്ത് കിട്ടുമെന്ന് അവർ ചിന്തിച്ച് വ്യാകുലപ്പെട്ടും മനനൊന്നും മോശയ്ക്ക് നേരെ പിറുപിറുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം സ്വർഗീയ മന്ന കൊടുത്തു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത്, ഓരോരുത്തരും ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവിൻ, താന്താൻ്റെ ഗുഡാരത്തിലുള്ള എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണമെന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് മോശെ അവരോട് പറയുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറയും പിറക്കി. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റേന്നാളത്തേക്ക് കുറെ ശേഷിപ്പിച്ചു, അത് ക്രമിച്ചു നാറി എന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ദിനംപ്രതിയുള്ള ആഹാരം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിലും കൊടുത്തവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ സ്നേഹിതരെ, നിങ്ങളുടെ ദിനംപ്രതി ആഹാരത്തെ തന്ന് നിങ്ങളെ സംരക്ഷിക്കുവാൻ യേശുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ലോകമെമ്പാടും കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, അതിൻ്റെ നടുവിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകാതെ യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ ഹല്ലേലൂയ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ക്ഷാമങ്ങൾ ഉണ്ടായപ്പോഴും ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ മിസ്രൈമിനെ വിടുവിച്ചവരെ മരുഭൂമിയിൽ 40 വർഷം അവർ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ആത്മീയ ഭക്ഷണമായിരിക്കുന്ന സ്വർഗീയ മന്ന കൊടുത്ത് ഹല്ലേലൂയ അവരെ പോറ്റിയ ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന് വചനം കേട്ടുകൊണ്ട് സ്നേഹിതരെ, കടന്നു പോകുന്ന ഒരുപക്ഷെ വലിയ സാഹചര്യം, അതിൽ നിങ്ങളുടെ സാഹചര്യം വലിയ ദാരിദ്ര്യങ്ങൾ നിറഞ്ഞതായിരിക്കാം, കഷ്ടപ്പാടുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കാം, ഉപജീവനത്തിന് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന സ്നേഹിത ഹല്ലേലൂയ രക്തം ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവി പകൽ പറയുന്ന സ്തോത്രം. ദൈവസന്നിധിക്ക് മുഴങ്കാല് മടക്കി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നെങ്കിൽ, അനുദിന ജീവിതത്തിനുള്ള ആഹാരത്തെക്കുറിച്ച് ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ സ്ഥിതിയെ മാറ്റാൻ വിശ്വസ്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം.
അതേപോലെ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ഈ ഭൂമി ദൈവം സൃഷ്ടിച്ച സകലത്തിനും ഹല്ലേലൂയ ഭക്ഷണവും ഹല്ലേലൂയ വെള്ളവും കൊടുക്കാം. ദൈവം വിശ്വസ്തനാണ്. നമ്മളത് വിശ്വസിക്കണം. ഒരിക്കലും നമ്മെ ഹല്ലേലൂയ അമ്മ പട്ടിണിയായിട്ട് വിടുന്നവനല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ രക്തം ചെയ്യും. അതേപോലെ സ്തോത്രം ഹല്ലേലൂയ കാട്ടിലെ മൃഗങ്ങൾക്കും മാറ്റിലെ മത്സ്യങ്ങൾക്കും ഹല്ലേലൂയ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് പോലും മതത്തിൻ്റെ ആഹാരം തക്ക സമയത്ത് കൊടുത്ത് അവയെ പോറ്റി സംരക്ഷിക്കുന്ന ഒരു നല്ല യേശു നമുക്കുണ്ട്. ഹല്ലേലൂയ അതുകൊണ്ട് ഇന്ന് പകരം ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ സ്വരൂപത്തിനും സാധനം സൃഷ്ടിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ്റെ വിശപ്പ് അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സകല മാനവരാശിയുടെയും വിശപ്പ് അറിഞ്ഞുകൊണ്ട് അവർക്ക് സദാസമയം ഹല്ലേലൂയ അവരുടെ ഉപജീവനത്തിന് വേണ്ടി ആഹാരം തന്ന് നിറയ്ക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ അപ്പം വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ അതേപോലെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം. നാം ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ചില ഞെരുക്കത്തിൻ്റെ അനുഭവം കടന്നു വരുമ്പോൾ നമ്മുടെ സംസാരം ദൈവത്തോട് പാപം ചെയ്യുന്നതായി മാറരുത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ മോശയ്ക്ക് നേരെ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കാതെ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നി നമ്മെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ പിതാക്കന്മാരെ പോറ്റി ദൈവത്തിൻ്റെ സന്നി നാം നമ്മെ തന്നെ സമർപ്പിച്ച സ്വർഗീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ, ഹല്ലേലൂയ ദൈവം നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റുവാൻ, നമുക്ക് വേണ്ടി ആഹാരം നൽകുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ അതുകൊണ്ട് പ്രിയരെ, ജീവിതത്തിൽ ക്ഷാമങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ പിറുപിറുത്ത് പോകരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ അപ്പം നാം പിറുപിറുക്കാതെ ഹല്ലേലൂയ ദൈവത്തിലേക്ക് മടങ്ങി വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ശിഷ്യന്മാരുടെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. ഹല്ലേലൂയ കാരണം മരുഭൂമിയിൽ ഇസ്രായേൽ ജനം പിറുപിറുത്തു. ഹല്ലേലൂയ അതുപോലെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു പിറുപിറുപ്പ് ഉണ്ടാകാതെ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നേരിടുമ്പോൾ അവർ ദൈവത്തിന് മുഴങ്കാലം മടക്കി ഹല്ലേലൂയ പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ ഞങ്ങൾക്കുള്ള ആഹാരം ഹല്ലേലൂയ ദിനം പ്രതി തരണമേ. ഹല്ലേലൂയ അതേപോലെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുകയെ, നിങ്ങൾക്ക് എത്ര വയസ്സ് ഉണ്ടെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക. നിങ്ങളെ ഈ വയസ്സ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളെ ഈ കാലഘട്ടം വരെ നിങ്ങളെ മുഴുവൻ സമയം പോറ്റി പുലർത്തി ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണം തന്നു ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടുന്ന വെള്ളം തന്നു ഹല്ലേലൂയ നിങ്ങളുടെ വിശപ്പും ദാഹവും മാറ്റി നമ്മുടെ യേശു കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശാരീരികമായ വിശപ്പിനും മാത്രം നിങ്ങൾ അന്വേഷിക്കാതെ ദൈവത്തിനും പറഞ്ഞ് നിങ്ങളുടെ ആത്മീയ വിശപ്പും മാറ്റിത്തരുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ അതും നമ്മുടെ യേശു അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറവുകളൊക്കെ വരുമ്പം നമ്മൾ പിറുപിറുക്കാൻ പാടില്ല. ഹല്ലേലൂയ കുറവുകളൊക്കെ വരുമ്പോൾ പിറുപിറുത്താനത് ദൈവസന്നി പാപം ചെയ്യുകയാണ്. ഹല്ലേലൂയ ദൈവസന്നി നാം പാപം ചെയ്യരുത്. നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് നമ്മൾ ദൈവത്തോട് ഹല്ലേലൂയ കൃത്യമായിട്ട് പറയുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ തമ്പുരാനത് കേട്ടിട്ട് ഹല്ലേലൂയ തൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ സാധിപ്പിച്ച് നൽകുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ ഇതുപോലെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ശൂന്യതയെ മാറ്റിത്തരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൂന്യതയെ മാറ്റിത്തരുവാൻ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ മാറ്റിത്തരുവാൻ, നിങ്ങളുടെ കടങ്ങളെ മാറ്റിത്തരുവാൻ, നിങ്ങളുടെ ഞെരുക്കങ്ങളെ മാറ്റിത്തരുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശിഷ്യന്മാരെ യേശു പഠിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ പ്രൈസലോട്. ഹല്ലേലൂയ അതേപോലെ നമുക്ക് ദൈവവ്യവസ്ഥയിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് നമുക്ക് പ്രത്യാശയുണ്ടായിരിക്കണം. പ്രൈസലോട്. ഹല്ലേലൂയ അതുപോലെ നമുക്ക് പ്രതീക്ഷയുണ്ടായിരിക്കണം. അതുപോലെ നമുക്കൊരു കാത്തിരിപ്പുണ്ടായിരിക്കണം. സ്തോത്രം. ഈ മൂന്ന് കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. രക്തം ചെയ്യാം. ഹല്ലേലൂയ അത് നിങ്ങളുടെ ക്ഷീണാവസ്ഥയിൽ ഹല്ലേലൂയ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ദൈവസന്നിധി കാത്തിരിക്കുന്നവനാണെങ്കിൽ, നിങ്ങൾക്ക് ദൈവസന്നിധി ഒരു പ്രതീക്ഷയുള്ളവനാണെങ്കിൽ, ഹല്ലേലൂയ ഒരു പ്രത്യാശയുള്ളവനാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ഇന്ന് പകൽ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ ചെങ്കടലിന് മധ്യ വഴി തുറന്ന് നൽകിയവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ വഴികളെ തുറക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ ഹല്ലേലൂയ സകല ജനത്തോടും പറയുന്ന ആലോചനയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അതുകൊണ്ട് നിങ്ങൾ നാമോർത്ത് ഭാരപ്പെടരുത്.
എന്ത് തിന്നും, എന്ത് കുടിക്കും, ഹല്ലേലൂയ എന്നുള്ളതല്ല നമ്മുടെ ചിന്ത. നമുക്ക് വേണ്ടി ഒരു കർത്താവുണ്ട്, ഹല്ലേലൂയ സ്തോത്രം. അത് നമ്മൾ അത് വിശ്വസിക്കണം. കാരണം മരണമോ ഹല്ലേലൂയ ആമേൻ അവന് പിടിച്ചു വെക്കുന്നത് ഹല്ലേലൂയ ആമേൻ അസാധ്യമായിരുന്നു എന്നുള്ളതാണ്, ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നവനാണ് ദൈവം. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങളുടെ സ്വന്തം ആദരങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊന്ന് പറയുവാൻ കഴിയുമോ? ആമേൻ ഞങ്ങൾക്കുള്ള ആഹാരം ദിനംപ്രതി തരുന്ന ദൈവം ആമേൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവൻ യേശുവാണ്. എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അറിയുന്നവൻ യേശുവാണ്. എൻ്റെ കുടുംബത്തിനൊക്കെ തലൊടിയാൻ എനിക്ക് വേണ്ടുന്നത് എന്താണെന്നെല്ലാം അറിയുന്നവൻ യേശുവാണ് എന്ന് പകൽ പ്രിയരെ നിങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് പറയുവാൻ കഴിയുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിന് വ്യാപരിച്ചു നിൽക്കുന്ന പ്രതികൂലങ്ങളെ മാറ്റിയിട്ട് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നവനാണ്, ഹല്ലേലൂയ. അതേപോലെ സ്തോത്രം ഹല്ലേലൂയ വിധവിയുടെ കലത്തിലെ മാവിനെ വർദ്ധിപ്പിച്ചു കൊടുത്തവനാണ് നമ്മുടെ ദൈവം, ഹല്ലേലൂയ. അവളുടെ ഭരണിയിലെ എണ്ണ വർദ്ധിപ്പിച്ചു കൊടുത്തവനാണ്. ആമേൻ ഹല്ലേലൂയ. ക്ഷാമത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവം. അങ്ങനെ പ്രിയരെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ നിങ്ങളുടെ കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ, നിങ്ങളുടെ ഭരണിയിലെ എണ്ണ തീർന്നു പോകാതെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഐശ്വര്യത്തെ സമൃദ്ധിയെ തരുവാൻ യേശു ക്രിസ്തുവിനെ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ്റെ ആവശ്യം എന്താണ്? അവർക്ക് ആവശ്യമുള്ള ആഹാരം മാത്രമാണ്. ആഹാരം ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് അല്ലെങ്കിൽ പിന്നീട് മറ്റൊരു വിചാരങ്ങളിലെ സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശപ്പിനുള്ള ആഹാരം അവൻ ചോദിച്ച് വാങ്ങി ദൈവത്തിന് ഭക്ഷിക്കുമ്പോൾ തന്നെ ആത്മീയ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ദൈവവചനമാകുന്ന ആത്മീയ ഭക്ഷണം കൂടെ നിങ്ങൾ ദൈവത്തിനെ ഭക്ഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ ആമേൻ നിങ്ങൾ അറിയാത്ത ഭക്ഷണം നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എൻ്റെ വേറെ തികയ്ക്കുന്നതിന് എൻ്റെ ആഹാരമെന്ന് യേശു പോലും പറഞ്ഞത്. അതേപോലെ നമ്മൾ ദൈവസന്നിധി എന്ത് ചെയ്യണം? വിശ്വസ്തനായിരിക്കണം. പലരും പരാജയപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? പലരും തകരുന്നതിൻ്റെ കാരണം എന്താണ്? പലരും കണ്ണുനീരിലൂടെ കടന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവസന്നിധി വിശ്വസ്തത ഇല്ലാത്തത് കൊണ്ട്, ഹല്ലേലൂയ ദൈവസന്നിധി വിശ്വസ്തനായി നിൽക്കുവാൻ കഴിയാത്തത് പലർക്കും പരാജയങ്ങളാണ്. രക്തം ചെയ്യും, ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന മാതാ പിതാവി ജീവിത സാഹചര്യങ്ങൾ താമല്ലിയ ഒരുപക്ഷെ തകിടം മറിഞ്ഞേക്കാം, ഹല്ലേലൂയ പ്രതീക്ഷിച്ചതുപോലെ ഉയരാൻ വന്നത് വരത്തില്ല. ആമേൻ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വന്നില്ലെന്ന് വന്നേക്കാം. എങ്കിലും നിങ്ങൾ തളർത്ത് ഭാരപ്പെടരുത്. നിങ്ങൾ ദൈവസന്നിധി മുഴങ്കാലം അടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൻ്റെ അവൻ വാതിൽ തുറന്നു തരും. ഹല്ലേലൂയ. നമ്മളെ ദൈവം കൈവിടത്തില്ലെന്നുള്ളതാണ്, ഹല്ലേലൂയ. രക്ഷിപ്പാൻ കഴിയാത്തവൻ്റെ കൈ കുറിയിപ്പോയില്ല, കേൾപ്പാൻ കഴിയാവുന്ന ചെവി മന്ദമായിട്ടുമില്ലെന്ന് തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ ഇതുപോലെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ പ്രതിസന്ധികളെ മാറ്റിത്തരുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുന്നത് കാണുന്നുണ്ട് പ്രിയരെ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നാം ദൈവത്തോട് ചോദിക്കുകയും ദൈവത്തിന് പ്രാപിക്കുകയും കഴിയണം. ഇവിടെ ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 6-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ കാണുന്നത് എന്താണ്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുന്ന ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുതെന്നുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. വിചാരപ്പെടരുത്. സ്തോത്രം, ഹല്ലേലൂയ. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്നമായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതേ ആകാശത്തിലെ പറവകളെ നോക്കാം, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും നമ്മുടെ സ്വർഗസ്നായ പിതാവ് അവയെ പുലർത്തുന്നെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ നിങ്ങളെ എത്രമാത്രം ദൈവം കരുതും. ഹല്ലേലൂയ. അവിടെ പുലർത്തുക എന്നൊക്കെ പറയുന്ന വാക്കിനകത്ത് വളരെ അർത്ഥമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ നമ്മളൊക്കെ പറയാറുള്ളത് ആമേൻ നിങ്ങളെ പോറ്റി പുലർത്തി എന്നൊക്കെ പറയാറുണ്ടല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്കിനകത്ത് എത്രമാത്രം ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ആത്മജീവിതത്തിൽ ഇന്ന് വരെ നിന്നെ പോറ്റി പുലർത്തിയ ഒരു ദൈവമുണ്ട്. അതിൻ്റെ ആത്മജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിലും നിന്നെ നിന്റെ തലമുറയിൽ നിന്റെ കുടുംബങ്ങളിൽ പോറ്റി പുലർത്തിയ ദൈവമുണ്ട്. നീ കടന്നുപോയ ചില സാഹചര്യങ്ങൾക്കകത്ത് കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെ
ജീവിതത്തിലെ അനുഭവങ്ങൾ, നാളെ എന്ത് ചെയ്യും, നാളെ എന്തായിരിക്കും ഓർത്ത് വിലപിച്ചിട്ടുള്ള സമയങ്ങളിലെ ഇന്നും ചില കുടുംബങ്ങളിൽ അതേ അനുഭവങ്ങളിലെ എന്നാൽ ദൈവസന്നിധിക്ക് മടങ്ങി വന്ന് സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് സന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ സൃഷ്ടമായ ദൈവത്തിന് സന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരയണമെന്ന് നിങ്ങൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ നിങ്ങളുടെ ശൂന്യതയെ മാറ്റുവാൻ യേശു വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവരുടെ കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. അപ്പം പുലർത്തുക എന്ന് പറയുന്ന വാക്കിനകത്ത് ഹല്ലേലൂയ വളരെ വളരെ അർത്ഥങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് പ്രിയരെ ഈ സ്തോത്രം സങ്കീർത്തനക്കാരൻ അത് രേഖപ്പെടുത്തി വെച്ചത്. സങ്കീർത്തനക്കാരൻ 55-ാം അധ്യായം 22-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അതേ സ്തോത്രം, അതെ ഇവിടെ ദൈവവചനം പറഞ്ഞു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. അതേപോലെ നാം ചിന്തിച്ചു നോക്കി, ഹല്ലേലൂയ ഒരു പിതാവിന്, ഭൂമിയിലൊരു പിതാവിന്, ഹല്ലേലൂയ ഒരു മകൾ ജനിക്കുമ്പോൾ ആ മകനെയും വളർത്തുവാൻ അല്ലെങ്കിൽ പുലർത്തുവാൻ ആ പിതാവ് ബാധ്യസ്ഥനാണ്. ആ പിതാവ് അത് ചെയ്യുന്നെങ്കിൽ, ഹല്ലേലൂയ ഒന്ന് ഓർത്തു നോക്കിയ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ നമ്മുടെ സൃഷ്ടമായ ദൈവം, ഹല്ലേലൂയ നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിട്ട്, ഹല്ലേലൂയ നമ്മെ വെറുതെ വിടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മെ പുലർത്തുവാൻ ദൈവം വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ചില ശോധനകളൊക്കെ കടന്നു പോകും, ചില പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ടി വരും. അവിടെയൊന്നും നിങ്ങൾ തളർന്നു പോകരുതെന്നാണ് ഹല്ലേലൂയ. അതേപോലെ യഹോവ ഇതിൻ്റെ ഭാരം എവിടെ വെച്ചുകൊള്ളും, അവനെ പുലർത്തും, നീതിമാൻ കുടുങ്ങിപ്പോകാൻ അവർ ഒരു നാൾ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പം നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ ഇന്ന് ഈ ദൈവത്തെ സൂക്ഷിക്കുകയും കർണാടകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ പ്രിയരേ, സകല ജനത്തെ പുലർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവം മുഖപക്ഷമില്ലാത്തവനാണ്. നമ്മൾ ചിന്തിക്കണം. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ താമസിക്കുന്നവൻ, കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്നവനെ മുഖം നോക്കാതെ സംരക്ഷിക്കുന്നവനാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. അതോടുകൂടി നമുക്ക് നമ്മുടെ കർത്താവിന്റെ സ്ഥലത്തേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം പറയുന്നത് സ്തോത്രം, ഹല്ലേലൂയ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്. സ്തോത്രം. നമ്മുടെ യേശുക്രിസ്തുവിന് പോലും വിശന്നു വന്നാണ് നമ്മൾ ദൈവത്തിനെ വായിക്കുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് പോലും വിശന്നു വന്ന് നമ്മൾ ദൈവത്തിന് വചനം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എവിടെയാണ് വായിക്കുന്നത്? ഹല്ലേലൂയ. നമുക്കറിയാം യേശുക്രിസ്തു യോർദാനിൽ സ്നാനം പെട്ട്, ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവൻ വിശന്നു എന്നുള്ളതാണ് ഹല്ലേലൂയ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വായിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, ഹല്ലേലൂയ 2-3 വാക്യങ്ങളൊക്കെ വായിക്കുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം പരീക്ഷകൻ അടുത്ത് വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരും കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ യേശു എന്താണ് പറഞ്ഞത്? സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന വചനം. അതോടെ നമുക്ക് ആത്മീയ ഭക്ഷണം ദൈവം തന്നെയാണ് തരുന്നത്. പിശാച് ഓർത്തുന്നതാണ്, യേശു മരുഭൂമിയിൽ 40 ദിവസം വിശന്ന് നടക്കുകയല്ലേ, ദാഹിച്ചു നടക്കുകയല്ലേ. അപ്പോൾ യേശുവിന് വിശക്കും. അതുകൊണ്ട് ആ വിശപ്പ് മാറ്റുവാൻ വേണ്ടിയിട്ട് യേശുവിനെ അരികെ ചെന്ന് പിശാച് തന്ത്രം പ്രയോഗിച്ചു നോക്കുക. അതോട് ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ സാത്താൻ നിങ്ങളെ ഇതുപോലെ പരീക്ഷിച്ചേക്കാം. അതിൻ്റെ നടുവിൽ നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങളെ പുലർത്തുവാൻ കഴിയുന്ന യേശു കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. സാത്താൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്, പിറുപിറുക്കരുത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ യേശു സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ കഴിയണം. അമേരിക്ക കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും അറിയാതെ, നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത സാഹചര്യങ്ങളാണ് യേശു നമ്മെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുകയും നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതേപോലെ നമ്മൾ പോലും അറിയാത്ത സമയങ്ങളിൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ അറിയുന്ന ദൈവം, നിന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സങ്കടങ്ങളും ദാരിദ്ര്യങ്ങളും അല്ലെങ്കിൽ നീ പോലും അറിയാത്ത ചില സാഹചര്യങ്ങൾ, നീ പോലും അറിയാത്ത ചില വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നിട്ടില്ലേ? ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തം പരമായി ദൈവം നിങ്ങളെ സംരക്ഷിച്ചിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ദൈവം തീർത്ത് തന്നിട്ടില്ലേ? ഹല്ലേലൂയ. നിങ്ങളുടെ
പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടില്ലേ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റി തന്നിട്ടില്ലേ? ഒരു ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ മാറ്റി തന്നിട്ടില്ലേ? നിങ്ങളുടെ കണ്ണുനീർ നമ്മുടെ കർത്താവ് തുടച്ചിട്ടില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ആമൻ യേശുവിനോടൊപ്പം ഹല്ലേലൂയ ആമൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പുരുഷാരത്തിന് വിശന്നപ്പോൾ ഹല്ലേലൂയ 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റി ആമൻ 12 കൊട്ടം നിറച്ചെടുത്തവനാണ് ഹല്ലേലൂയ. അതേപോലെ 7 അപ്പം കൊണ്ട് ഹല്ലേലൂയ 4000 പേരെ പോറ്റിയിട്ട് ഹല്ലേലൂയ 7 വട്ടി നിറച്ചെടുത്തവനാണ് നമ്മുടെ കർത്താവ്. അത് ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമൃദ്ധിയെ തരുവാൻ യേശുവിന് കഴിയും. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട് രക്തം ചെയ്യാൻ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി, എന്നെ കേൾക്കുന്ന പിതാവി, ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതങ്ങളുടെ ഹല്ലേലൂയ കലവറകൾ തന്നെ തുറക്കാൻ പോവുകയാണ്. സ്വർഗീയമായ അനുഭവത്തെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം നൽകാൻ പോവുകയാണ്. ഇന്ന് പകൽ യേശുവിൻ്റെ പാദത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ ഹല്ലേലൂയ. അപ്പം നമുക്ക് ആ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം. കർത്താവാണ് നിങ്ങൾ മുഴുവൻ സംരക്ഷിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മധ്യത്തിലേക്ക് മടങ്ങി വരാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരിക്കലും തകർത്ത് കളയുന്നില്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ സംരക്ഷിക്കുകയാണ്. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ കരുതും, നമ്മെ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മധ്യത്തിലേക്ക് നാം മടങ്ങി വരണം. ഇവിടെ സങ്കീർത്തനക്കാരനൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. സങ്കീർത്തനം 19-ാം അധ്യായം അതിൻ്റെ 7-9 വാക്യത്തിലേക്ക് 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു എന്നുള്ളതാണ്. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പനകൾ നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ഹല്ലേലൂയ. യഹോവഭക്തി നിർമ്മലമായത്, അതിലേക്ക് നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ. അതേ 10-ാം വാക്യത്തിലേക്ക് ഇവരും കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ള ദൈവത്തിൻ്റെ മധുരം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നൽകി നിങ്ങളുടെ ആത്മീയ വിശപ്പിനെ കൂടെ മാറ്റി തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അതാണ് പത്രോസ് പറയുന്നത്. സ്തോത്രം. നമ്മൾ ചെയ്യേണ്ട കാര്യം ഹല്ലേലൂയ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഹല്ലേലൂയ. അതേ അനുഗ്രഹങ്ങളെ വേണമോ? ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കണം. ഹല്ലേലൂയ. അതേപോലെ ജഡത്തിൽ ആശ്രയിച്ചതുകൊണ്ട്, ജഡത്തിൽ പ്രശംസിച്ചതുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോകത്തില്ല. ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ എന്ന് പറയുമ്പോൾ ഒരു ശിശുവിൻ്റെ ജീവിതത്തിൽ ആ കുട്ടിക്ക് മറ്റൊന്നും അറിയത്തില്ല. കാരണം ആ കുട്ടിക്ക് ഹല്ലേലൂയ അതിൻ്റെ മാതാപിതാക്കൾ കൊടുക്കുന്നതാണ് അതിൻ്റെ സംരക്ഷണം, അതിൻ്റെ ഭക്ഷണം എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ നാം ദൈവത്തിന് മടങ്ങി വരണം. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ സംരക്ഷിക്കുമെന്ന്. ഹല്ലേലൂയ. അത് ഇന്ന് ദൈവത്തിന് വചനം കേട്ടുകൊണ്ട് സ്നേഹിതരെ, ഞാൻ ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കഷ്ടതകളും കഷ്ടപ്പാടുകളും അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. ജീവിത സാഹചര്യങ്ങൾ എന്ത് കർത്താവുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ വളരെ ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കടക്കണിയാൽ ഭാരപ്പെടുന്നവർ, കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നന്നായി പ്രയാസപ്പെടുന്ന അനവധി ആളുകളുണ്ട്. കുടുംബത്തിനകത്ത് ഇന്നും ദാരിദ്ര്യം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന അനവധി വ്യക്തി ജീവിതങ്ങളുണ്ട്. ഇതുപോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന സഹോദര സഹോദരി, കരങ്ങൾ തട്ടി ദൈവത്തിന് സ്തുതിക്കാൻ കഴിയുമോ? ദൈവത്തിന് മഹത്വപ്പെടുത്താൻ കഴിയുമോ? നിന്റെ പ്രശ്നങ്ങൾക്ക് ഇത് പകരം ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. പ്രൈസലോട്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം ചെയ്യും. അതേ ഇത് പകൽ പ്രിയരെ, ഞാൻ വായിച്ച ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഹല്ലേലൂയ ദിനം പ്രതി തരണമേ. അത് നമുക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി ദൈവം തരും. ഹല്ലേലൂയ. സ്തോത്രം. അതേപോലെ ഇന്ന് വരെ ദൈവം നമ്മെ നിലനിർത്തി. അതേപോലെ ഈ കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ എൻ്റെയൊക്കെ ജീവിതകാലം മുഴുവൻ ഹല്ലേലൂയ ദൈവമാണ് എല്ലാം തന്ന് പോറ്റിയത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഹല്ലേലൂയ സന്തോഷം ഹല്ലേലൂയ അനുഭവിക്കാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്ക് കർത്താവിനെ നമുക്ക് സ്തുതിപ്പാൻ കഴിയണം. പ്രിയ അമിതമായ ഹല്ലേലൂയ വിലയില്ലാതാകുന്ന ഒന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത്. അമിതമായി വിലയില്ലാത്ത പോലെ ആകും. ചില കുടുംബങ്ങൾക്കകത്തൊക്കെ ഭക്ഷണം വെറുതെ എടുത്ത് കളയുന്നത് കാണാം. അവിടെ ഇഷ്ടംപോലെ അവർക്ക് അവരുടെ ഭവനത്തിൽ കാണും. ഒരു വിലയുമില്ലാതെ എടുത്ത് കളയും. പ്രൈസലോട്. ഹല്ലേലൂയ. നശിപ്പിച്ച്
നശിപ്പിച്ച് കളയുന്ന കാണാം പ്രിയരെ. സ്തോത്രം. അത് വിലയില്ലാതെ അമിതമായി കഴിഞ്ഞാൽ വിലയില്ലാതായി പോകുന്ന ഒരു കാര്യമാണ് ഭക്ഷണം. എന്നാൽ പ്രിയരെ സ്തോത്രം, നമുക്ക് ദൈവം നൽകുന്ന അനുദിന ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് ആവശ്യമായി നൽകുന്ന ആഹാരത്തിന് ഒരിക്കലും വിലയില്ലാതാക്കരുത്. ജീവിതകാലം മുഴുവൻ നമ്മെ ഇതുവരെ പോറ്റി നമ്മെ സംരക്ഷിച്ച നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അതേ, എല്ലാ കണ്ണുകളും അടച്ചാട്ട് സ്തോത്രം. നാം ഇത് കർണാടകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർണാടകത്തിന് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരയണമേ. കർണാടകത്തിലെ ജനത്തിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറുവാൻ, അവിടുത്തെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ, ആ ജനത്തിൻ്റെ സങ്കടങ്ങൾ മാറ്റുവാൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവിന് കഴിയും. സ്തോത്രം. അതേപോലെ സ്തോത്രം ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർണാടകത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 6,95,99,762 ഹല്ലേലൂയ. അവിടുത്തെ പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് 3,52,76,109. സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് 3,43,23,654. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 28 ലോകസഭാ മണ്ഡലങ്ങളും 12 രാജ്യസഭാ സീറ്റുകളും 224 ഹല്ലേലൂയ നിയമസഭാ മണ്ഡലങ്ങളും ഹല്ലേലൂയ കർണാടകത്തിലുണ്ട്. 1956 കർണാടകം എന്ന് പറയുന്ന സംസ്ഥാനം നിലവിൽ വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 30 ജില്ലകളുണ്ട്. തലസ്ഥാനം ബംഗളൂരുവാണ്. ഭാഷകൾ കന്നഡയാണ്. സാക്ഷരത 75.6%. അത് നമുക്ക് അവിടുത്തെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുത്തെ പോലീസ് അധികാരികളോട് പ്രാർത്ഥിക്കാം. അവിടുത്തെ ഗവർണർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുത്തെ ജഡ്ജിമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടുത്തെ വിവിധ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരോട് പ്രാർത്ഥിക്കാം. അവിടുത്തെ കാർഷിക മേഖലയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ വിവിധമായ തൊഴിൽ മേഖലയിൽ ആയിരിക്കുന്നവർ പ്രാർത്ഥിക്കാം. അവിടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ സ്തോത്രം പ്രിയരെ, അവിടുത്തെ വിവിധ മേഖലയിൽ കടന്നു പോകുന്ന സകല ജനത്തെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർണാടകത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ, അവർക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി അവരുടെ ശരീരത്തിനായിട്ടുള്ള ആത്മീയ ആഹാരം കൊടുക്കുന്ന ആ ദൈവസന്നിധിക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം പ്രിയരെ. അവിടുത്തെ പ്രൈസ് ദി ലോർഡ്. 6,95,99,762 സ്ത്രീ പുരുഷന്മാർ നല്ല സഹോദരി സഹോദരന്മാരായി, നല്ല മാതാപിതാക്കളായി, നല്ല ഭാര്യ ഭർത്താക്കന്മാരായി, നല്ല സുഹൃത്ത് ബന്ധങ്ങളുള്ളവരായി തീരുവാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളോടെ ചാട്ട് പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർണാടകത്തിൻ്റെയും പ്രാർത്ഥിക്കുന്നു. ആ കർണാടക സംസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ആ സംസ്ഥാനത്തെ ദൈവത്തിന് നീതി വെളിപ്പെടുത്തണമേ. അവിടുത്തെ സൗകര്യമാരെ ദൈവരെ ഏൽപ്പിക്കുന്നു. കർത്താവി ആവരി കർത്താവ് എല്ലാ കുടുംബ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ മുഴുവൻ ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബ സമാധാനം നഷ്ടപ്പെടുമ്പോൾ, അനവധി കുടുംബങ്ങൾക്ക് ഈ കുടുംബ ബന്ധങ്ങൾ വേർപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തന്നെ തകർന്നു പോകാതെ ഹല്ലേലൂയ ആ കുടുംബങ്ങളെ ദൈവമേ പണിതെടുക്കണമേ. തലമുറകൾ ഒറ്റപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. നല്ല മാതാപിതാക്കൾ, നല്ല കർത്താവ് സഹോദരി സഹോദരന്മാർ, നല്ല ഭാര്യ ഭർത്താവ്, നല്ല സുഹൃത്തുക്കളായി കുടുംബത്തിനകത്ത് സമാധാനം, സന്തോഷം, സ്വസ്ഥതയും കൊണ്ട് നിറയുവാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി കൊടുക്കണമേ. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അവിടുത്തെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നും ബാലൻസ് ലഹരി പദാർത്ഥങ്ങൾ കുടുങ്ങി തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ, നല്ല ഭാവി കൊടുക്കുവാൻ അവരെ ആത്മീയമായി ദൈവം അനുഗ്രഹിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെതായ ചിന്തകളിലേക്ക് അകപ്പെട്ട് പാപ സ്വഭാവത്തിൽ തലമുറകൾ അവിടുത്തെ സഹോദര ജനങ്ങളും കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. രാജമ്പരും വൃത്തരും മത്സരണമായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഓർഫനേജിലും വോൾട്ടേജുമിലായിരിക്കുന്നവർക്കായി, ജുവൻ ഹോമിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുക. ആശുപത്രിയോട് പ്രാർത്ഥിക്കുന്നു. ചിലറയിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും കഷ്ടം അനുഭവിക്കുന്ന സകല ജനത്തിന്മേലും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണമേ. അവിടുത്തെ കർഷക മേലിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വിവിധ തൊഴിൽ മേഖലയിലൂടെ കടന്നു പോകുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് വിവിധ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിൽ മേഖലയിലായിരിക്കുന്നത് അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണപ്രദേശ പാർട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ കർത്താവ് ഗവർണർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ കർത്താവ് കോടതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. പോലീസ് അധികാരികളോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പൊതുമേഖലയ്ക്ക് സഹകരണ മേഖലയോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കാര്യം ചരിപ്പാൻ ആ കർത്താവ് ആ സംസ്ഥാനത്തെ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അരാജകത്വങ്ങൾ മാറിപ്പോകട്ടെ. അവിടുത്തെ കണ്ണുനീര് മാറിപ്പോകട്ടെ. ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ. അവിടെ ദൈവസാന്നിധ്യം ഐക്യമുണ്ടാകണമേ. അവിടുത്തെ കർത്താവ് ഹല്ലേലൂയ ക്രൈസ്തവ മിഷണന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർണാടകത്തിൽ സമാധാനത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുവാൻ, ജാതിമത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകലരും യേശുക്രിസ്തുവിന്റെ സന്നിധിക്ക് മടങ്ങി വരുവാൻ, യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് കർത്താവിനോട് വേർതിരിക്കപ്പെടുവാൻ കർണാടക ജില്ലകൾ ദൈവവരങ്ങൾ ഏൽപ്പിക്കുകയാണ്.
ഹല്ലേലൂയ. കർത്താവ് എല്ലാ അരാജകത്വങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും അവിടെ നടക്കുന്ന എല്ലാ അസന്മാർഗികമായ ജീവിത സാഹചര്യങ്ങളും മാറി അവൻ കർണാടക സംസ്ഥാനത്തിൽ അനുഗ്രഹിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളെയും ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാന മുഖ്യമന്ത്രിമാർ, MLA മാർ, ഗവർണർമാർ, കളക്ടർമാരെ ഞാൻ ഓർക്കുകയാണ്. പ്രധാനമന്ത്രിക്ക് വേണ്ടി, പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാബിനറ്റ് സഹമന്ത്രിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. രാജ്യസഭ, ലോക്സഭ എംപിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ നിയമവിദഗ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണതന്മാരോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഓഫീസ് സ്റ്റാഫുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പേഴ്സൺ സ്റ്റാഫുകൾ പ്രാർത്ഥിക്കുന്നു. IAS, ISM, APC നൽകുന്ന എല്ലാ സിവിൽ ഉദ്യോഗസ്ഥന്മാരെയും ഇതുപോലെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കരം ചരിപ്പാട്ടയാകണമേ. വിദേശകാര്യ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. പ്രതിരോധ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നതിൽ വിദേശകാര്യ രാജ്യങ്ങൾ അംബാസിഡർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ലോകസഭ, നിയമസഭ സ്പീക്കർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ ഡെപ്യൂട്ടി സ്പീക്കർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കരസേന, വ്യോമസേന, നാവികസേന മേധാവികൾക്കായി പ്രാർത്ഥിക്കുന്നു. അതിർത്തികൾ കാക്കുന്ന BSFനായി, അതിർത്തികളായിരിക്കും ജനതയോട് പ്രാർത്ഥിക്കുന്നു. അതിർത്തി രാജ്യങ്ങളോട് സമാധാനം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ മേഖലയിലും ദൈവത്തിന് കരച്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ സമാധാനം കൊണ്ട് നിറയുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്നു. സുപ്രീം കോടതി, ഹൈക്കോടതി, സെഷൻസ്, മുനിസിപ്പൽ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് കോടതി, ഫോർത്ത് കോടതി, കുടുംബ കോടതികൾക്കായി, CBI അധിക കോടതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചീഫ് ജസ്റ്റിസ് അടക്കം എല്ലാ ജഡ്ജിമാരെയും അഭിഭാഷകന്മാർ, അഡ്വക്കേറ്റ് ജനറൽമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടെ ചുമന്ന എല്ലാ ജീവനക്കാരെയും അനുഗ്രഹിക്കണമായി ഞങ്ങൾ കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം. 50,000 കേസുകൾ കെട്ടിക്കിടക്കുന്നതെല്ലാം തീർപ്പ് കൽപ്പിക്കണമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില സമാധാനമുള്ളവരായി മാറട്ടെ, ചില സ്വസ്ഥതയുള്ളവരായി മാറും പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ പോലീസ് അധികാരികളോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കർത്താവ് DGPക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല പോലീസ് അധികാരി കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ കർത്താവ് സ്തോത്രം. ദൈവം പ്രവർത്തിക്കണമേ. ജനങ്ങളുമായി സഹകരിച്ച് ജനങ്ങളുമായി ഒന്ന് കർത്താവ് സ്വാമി പരസ്പരം കർത്താവ് നിയമം കീഴ്പ്പെട്ട് മുന്നോട്ട് പോകാൻ പോലീസ് അധികാരി ഒരുക്കണമേ. എക്സൈസ് വകുപ്പിനായി, ഫോറസ്റ്റ് വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കർത്താവ് മോട്ടോർ വകുപ്പിനായി പ്രാർത്ഥിക്കുകയാണ്. ക്രൈംബ്രാഞ്ച്, CBI, ഇന്റർപോൾ എന്നീ രംഗം നിൽക്കുന്ന എല്ലാ രഹസ്യ അന്വേഷണ വിഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനായി, ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവിധ വകുപ്പുകളുടെ കമ്മീഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ കമ്പനി സെക്രട്ടറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സയൻറ്റിസ്റ്റുകൾക്ക് പ്രാർത്ഥിക്കുക, എഞ്ചിനീയർമാരോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കർത്താവ് ഹോസ്പിറ്റലിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് മെഡിക്കൽ ബോധനായി ഡോക്ടർമാർ, നഴ്സുമാർ, മെഡിക്കൽ എല്ലാം ജോലി ചെയ്ത് അനുഗ്രഹിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പൊതുമേഖലയിൽ സഹകരണമില്ലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാർഷിക മേഖലയോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് മോട്ടോർ ഭാഗത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മെക്കാനിക്കൽ രംഗത്തായിരിക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ട്രേഡ് യൂണിയൻ വർക്ക് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കാര്യം ചരിപ്പാടെയാണ്. ചാരിറ്റി വർക്ക് ചെയ്യുന്നവർക്കായി, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പത്രപ്രവർത്തകരോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാര്യം ചരിപ്പാട്ടയാകണമേ. മത, സാമൂഹിക, സംസ്കാര സംഘടന നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണപ്രദേശ പാർട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ അരാജകത്വങ്ങളെല്ലാം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ആയിരിക്കുന്ന സകല ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. രാജ്യത്തിനകത്ത് സമാധാനം അയക്കണമേ, ഒരു ഉണർവ് അയക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. കരയിലും കടലിലും ആകാശമാർക്കും വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വാഹന നിർമ്മാതാക്കൾ അത് യാത്ര ചെയ്യുന്നതിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എയർപോർട്ട് ജീവനക്കാർക്കായി എയർപോർട്സിനായി പ്രാർത്ഥിക്കുന്നു. കസ്റ്റംസ് ഓഫീസർമാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കാര്യം ചരിക്കണം. ലോകരാജ്യങ്ങളിൽ വൻകരയിൽ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ദ്വീപുകളെ ഭരിക്കുന്ന ഗോത്രഭാഗങ്ങളെ ഭരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഒരു മാനസാന്തരം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിന്, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥം അടിമപ്പെട്ട അനവധി ഭരണകർത്താക്കൾക്ക് ദൈവം മാനസാന്തരം കൊടുക്കണമേ. അഴിമതിയിൽ നിന്ന് വിടിവിക്കണമേ. അക്രമങ്ങൾ വിടിവിക്കണമേ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടെ കർത്താവ് കർത്താവ് രാജ്യത്തിനകത്ത് അസമാധാനം കൊണ്ടുവരുവാൻ ദൈവം അനുവദിക്കുന്നു. വിദേശ പൗരന്മാരോട് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്നവർക്കായി വിദേശ മിഷന്മാരോട് പ്രാർത്ഥിക്കുന്നു. സ്ഥിരാമസമാക്കിയവരോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കരഞ്ചരിപ്പാനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ ബസ് സർവീസും, ട്രെയിൻ സർവീസ്, വിമാന സർവീസ് എല്ലാ രാജ്യങ്ങൾക്കകത്തും തുടർമാനം ആരംഭിക്കുവാൻ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കോവിഡ് ടെസ്റ്റിലെ നെഗറ്റീവായി മാറി ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. മരണസംഖ്യ കുറേണ്ടതായി പ്രാർത്ഥിക്കുന്നു. ICU വെന്റിലേറ്ററായിരിക്കും സൗഖ്യം കൊടുക്കണമേ. കൊറോണ സെല്ലായി സൗഖ്യം പ്രാപിപ്പാൻ 3 ഘട്ട കോടി ലോകരാജ്യങ്ങൾ ഇനി ഒരു കടലിലേക്ക് പോകാതെ പൂർണ്ണ സൗഖ്യതയും കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ എല്ലാ ജനത്തെ വിവിധമായ മാരക രോഗങ്ങളാൽ ഭാരപ്പെടുന്ന സകലരും ദൈവത്തിൻ്റെ സൗഖ്യമായിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലോകരാജ്യങ്ങളുടെ സകല ജനതയും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമെന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന പോലെ സകല ജനത്തിൻ്റെ ദാരിദ്ര്യങ്ങൾ, പ്രയാസങ്ങൾ മാറിപ്പോട്ട്. അനവധി സ്ഥലങ്ങളിൽ ഇന്ന് ദാരിദ്ര്യങ്ങളുണ്ട്. കർത്താവ്
പട്ടിണികൾ കിടക്കുന്ന അനവധി ചേരികൾ, കോളനികൾ, വിദേശ രാജ്യങ്ങൾ, ഭാരതമടക്കം ഇന്നും അനേക സ്ഥലങ്ങൾ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം ചരിക്കണമേ. അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കണമേ. പ്രാർത്ഥിക്കണമല്ലോ. അവരുടെ ജീവിതത്തിൽ സമാധാനം കൊടുക്കണം. ദൈവത്തെങ്കിലേക്ക് എടുക്കുവാൻ കൃപ കൊടുത്തായിട്ട് കർത്താവേ സകലമയിലും പൊതുമേഖലയും ഭാഗ്യമേയും വിദ്യാഭ്യാസ മേഖലയ്ക്കുമായി സ്കൂളുകളെല്ലാം തുറക്കപ്പെടുവാൻ, ആരാധന തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നതിലേറിയ തപാൽ ടെലിഫോൺ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും അത്ഭുതം ചെയ്യണമേ. സകല മുഖത്തും കൊടുക്കണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.